വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 മാസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിൽ വെറും 2 മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ സിലബസ് ആണെങ്കിലോ ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ ഈ സിലബസ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 6 യൂണിറ്റ്സുകളാണ് നമ്മുടെ ഈ സിലബസിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററിയുടെ സിലബസിലുള്ളത്. ഈ 6 യൂണിറ്റുകളിൽ നിന്നുമായിട്ട് ഇപ്പൊ നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ തന്നെ 5 മൊഡ്യൂൾസുകളാണുള്ളത്. അങ്ങനെ ഇപ്പൊ കേരള ഹിസ്റ്ററി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 10-11ഓളം മൊഡ്യൂൾസുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ ഓരോ മൊഡ്യൂൾസുകളും നമ്മൾ എങ്ങനെ സിസ്റ്റമാറ്റിക് വേയോട് കൂടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഓട് കൂടിയിട്ട് എങ്ങനെ 2 മന്തിനകം തന്നെ നമുക്കതിനെ സിസ്റ്റമാറ്റിക്കലി സെറ്റ് ഹിസ്റ്ററി ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ് ഇന്ന് നമ്മൾ ടോസ് അക്കാഡമി എത്തിയിരിക്കുന്നത്. സോ അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഒന്ന് എടുക്കാം. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഈ യൂണിറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടിയിട്ടുള്ളത് ഏതാണ്? ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി ആണ്. അതിൽ നാച്ചർ ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി, പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഒരുപാട് ഹിസ്റ്റോറിയൻസും അവരുടെ ബുക്സും ഒക്കെ ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിന് നിങ്ങൾ ഏകദേശം ഒരു വീക്ക് എടുക്കണം. അതായത് ജൂണിലെ ഫസ്റ്റ് വീക്ക് ഫുള്ളിലി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടിയിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂൾസുകൾ, ഇതിലെ 5 മൊഡ്യൂൾസുകൾ 5 മൊഡ്യൂൾസുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 5 മൊഡ്യൂൾസുകൾ കംപ്ലീറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾ സ്വന്തം എന്താ പറയുന്നത് പ്രിപ്പയർ ഒക്കെ ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുന്ന യൂണിറ്റ് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിയിൽ നിന്ന് എല്ലാ വർഷവും ചോദിക്കുന്ന നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗ്രേറ്റ് മാൻ തിയറി ആരുടേതാ? കാർലയുടെ ഗ്രേറ്റ് മാൻ തിയറി. അതെല്ലാം എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഗുലർലി ഇങ്ങനെ എന്ത് ചെയ്യാം, കണ്ടിന്യൂലി ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസുകൾ നിങ്ങൾ ആവർത്തിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ നിന്ന് വരാൻ ചാൻസുകളുണ്ട്. ഓക്കെ, വളരെ ഈസി ആയിരുന്നു ഈ കഴിഞ്ഞു പോയ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു സാധാരണ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഒരു മീഡിയേറ്റർ ആയിരുന്നു അതിന്റെ നിലവാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നു ഈ കഴിഞ്ഞു പോയ എക്സാമിനേഷൻ. അതെല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കാം. ഇനി വരുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു വീക്ക് എടുക്കും ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 8-9 മണിക്കൂറുകൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കണം. 8 or 9 hours. അതായത് ഓരോ ദിവസവും ഈ വരുന്ന ഓരോ വീക്കിലെ ഓരോ ഡേ ബൈ ഡേ ആയിട്ട് നിങ്ങൾ 8-9 മണിക്കൂറുകൾ തന്നെ ചെലവഴിക്കേണ്ടി വരും ഈ ഒരു യൂണിറ്റ് സിസ്റ്റമാറ്റിക്കലി മനസ്സിലാക്കി പഠിക്കാൻ. അപ്പൊ അത്രത്തോളം നിങ്ങൾ ആ ഒരു കൃത്യമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടിയൊക്കെ നിങ്ങൾ ലീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി വരുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 വന്നിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഹിസ്റ്റോറിയോഗ്രാഫി ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിന്റെ അകത്ത് ഞാൻ പറയുകയാണെങ്കിൽ അതായത് ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് ഏകദേശം 7 മൊഡ്യൂൾസുകളാണുള്ളത്. 7 മൊഡ്യൂളുകളാണ് ഉള്ളത്, അറിയാലോ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ആക്ച്വലി ഇതിന്റെ അകത്ത് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ആൻഡ് അറബ് ആൻഡ് ടുർക്കോ പേർഷ്യൻ ട്രഡീഷൻസ് വരും. റീജിയണൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫി ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. പിന്നെ വരുന്ന ഏതൊക്കെയാണ്? മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, സബാൾട്ടിൻ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആൻഡ് സ്ട്രക്ചറലിസ്റ്റിക് അപ്രോച്ചസ്, ദെൻ അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് ദ മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ദെൻ കണ്ടംപററി ട്രെൻഡ്സ് ഇൻ മൈക്കിൾ ഫിഷറുടെ ഒക്കെ കണ്ടംപററി ട്രെൻഡ്സ്, അവരുടെയൊക്കെ ബുക്സുകളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ എന്താ പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളത്. എസ്പെഷ്യലി നിങ്ങൾ പഠിക്കുക ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യനും മിഡീവൽ ഇന്ത്യനും ഒക്കെ വരും. മിഡീവൽ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ ഡൽഹി സുൽത്താനേറ്റും മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫിയും തരംതിരിച്ച് തന്നെ പഠിക്കണം. കാര്യം അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഇപ്പൊ നമ്മൾ പെയിന്റേഴ്സും എന്താ ഹിസ്റ്റോറിയൻസും ഒക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ എപ്പോഴും ആവർത്തിച്ചു കൊണ്ട് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള തെളിവുകളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലാസ് റൂമിലൂടെ ഡിസ്കസ് ചെയ്ത് എന്നും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സബാൾട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി എപ്പോഴും ചോദിക്കുന്നതാണ്. അനലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, ഗ്രീക്കോ റോമൻ നിങ്ങൾക്കറിയാം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം. അപ്പൊ ഈ ഒരു മൊഡ്യൂള് അല്ലെങ്കിൽ ഈ
ഒരു യൂണിറ്റ് എന്താ പറയുന്നത് 7 മൊഡ്യൂൾസുകൾ അടക്കമുള്ള സെക്കൻഡ് യൂണിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എഗെയിൻ നിങ്ങൾക്ക് 1 വീക്ക് തന്നെ വേണ്ടി വരും. 1 വീക്ക്, ചിലവരെ സംബന്ധിച്ചിടത്തോളം 1.5 വീക്ക് വേണ്ടി വരും. അപ്പൊ ഇവിടെ നിങ്ങൾ ആ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് 1 വീക്ക് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ആക്ച്വലി. കാര്യം നമുക്ക് അതിന് പിന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഒത്തിരി ഉണ്ട്. ബിക്കോസ് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഒരു ഒന്നിച്ചാണ് യൂണിറ്റ് എന്താ പറയുന്നത് വിത്ത് ദ പാർട്ട് ഓഫ് യുവർ സിലബസ്, ഇത് രണ്ടും കൂടി ഒന്നിച്ചാണ് കമ്പാനിങ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ സിലബസ് സിസ്റ്റമാറ്റിക്കലി വി പ്ലാൻ അറ്റ് ദാറ്റ് ടൈം. നമ്മൾ വി ഓൾവേസ് മെൻഷൻ അബൌട്ട്, നമുക്ക് ആ മെൻഷൻ ചെയ്തിരിക്കേണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി നിങ്ങൾ 1 വീക്ക് മാത്രമേ എടുക്കാവൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതിൻ്റെ അകത്ത് ഇത്രയും ഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. വളരെ എന്താ വ്യക്തമായിട്ട് പഠിച്ചു പോകേണ്ടിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. തെറ്റാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. കാര്യം ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അൽ ബറൂണി, ബദൂനി അല്ലെങ്കിൽ മുഖദ്ദിമയൊക്കെ ഇപ്പം ചോദിച്ചതാണ് അല്ലെ, മുഖദ്ദിമയൊക്കെ ചോദിച്ചാണ്. ഇബിൻ ഖൽദൂന്റെ പുസ്തകം മുഖദ്ദിമ. സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്നാണ് വരുന്നത്, അതായത് ഡൽഹി സുൽത്താനേറ്റിൽ നിന്നാണോ, നിങ്ങൾ മുഗൾ ഹിസ്റ്റോറിയൻസിന്റെ അകത്ത് നിന്നാണോ വരുന്നതെന്നൊക്കെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അപ്പൊ 1 വീക്കോട് കൂടി പിന്നെ നിങ്ങളുടെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മുടെ അവേഴ്സ് നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയം, അപ്പോൾ അവിടെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഈവൻ സ്കൂളിലാണെങ്കിൽ പോലും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകണം. കാര്യം നമുക്ക് ഏകദേശം ഒരു 8 hours എങ്കിലും വേണ്ടി വരും. ബിക്കോസ് കാര്യം 2 months ഉള്ളൂ. അത് നിങ്ങൾ എടുത്ത് പഠിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്ലാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ ലീവൊക്കെ എടുക്കുകയും സാറ്റർഡേ സൺഡേസ് ഒക്കെ ഫുൾ ടൈം വീട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്കിത് നേടിയെടുക്കാം. കാര്യം നമുക്ക് സ്കൂളും വേണം, എന്നാൽ സെറ്റ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യവും ഒരുമിച്ച് വേണമല്ലോ. ആ കാര്യമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലേ. അല്ല നമ്മളിപ്പോൾ സ്കൂളിൽ പോവാതെ ഇതിന് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വേയോട് കൂടി പോകണമെന്നാണ് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് യൂണിറ്റ് 3 ആണ്, കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയാം ഇതൊക്കെ നമുക്ക് ഒത്തിരി അറിയാം, കാര്യം വളരെ ഈസി ആണെന്ന് എല്ലാവരും പറയും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കേരള ഹിസ്റ്ററിയിൽ ഏകദേശം 12 മൊഡ്യൂൾസുകളാണുള്ളത്. അപ്പൊ 12 മൊഡ്യൂളുകളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാ മൊഡ്യൂൾസുകളും ചോദിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതില് പ്രധാനമായിട്ടും മെഗലത്തിക് പീരീഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മഹാശിലാ സംസ്കാരങ്ങൾ മുതൽ അറിയാമല്ലോ. അവിടെ നിന്ന് സൊസൈറ്റി ആസ് എ റെപ്രസെന്റഡ് ഇൻ ഏർലി തമിഴ് റൈറ്റിംഗ്സ് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻസ്ക്രിപ്ഷൻസുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എടുത്ത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ 32 ബ്രാഹ്മിൺ സെറ്റിൽമെന്റുകൾ, പിന്നെ എന്താ പറയുന്നത് ചേര എംപയേഴ്സ് ചോദിക്കാറുണ്ട്. ആദ്യകാലഘട്ടത്തിലെ ചേര എംപയറും സെക്കൻഡ് ചേര എംപയറും മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ച സെക്കൻഡ് പെരുമാക്കന്മാരുടെ സെക്കൻഡ് ചേര എംപയർ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ഥാണു രവിവർമ്മയാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. ഒരുപാട് ബുക്സിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്ത് പഠിക്കാം. ഞാൻ എടുത്തു പറയുന്ന ഒരു ബുക്സ് എന്ന് പറയുന്നത് നമ്മൾ ഹയർ സെക്കൻഡറിയിലെ +2 ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും. കാര്യം ഈ ഒരു ബുക്ക് വളരെ നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബുക്കുമായിട്ട്, അതായത് ഹയർ സെക്കൻഡറി പിന്നെ സിലബസ് പ്രകാരമുള്ള ഹിസ്റ്ററി ബുക്ക് നിങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. എളുപ്പ വഴിയാണ്. കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ തിണാസുകൾ ചോദിക്കാറുണ്ടല്ലോ, അറിയാമല്ലോ. തിണാസുകളൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ഒരുപാട് ചോദിക്കും. എക്കോസോൺസ് ചോദിക്കാം, നാച്ചുറൽ എക്സ്ചേഞ്ച് ആൻഡ് ഫോറിൻ ട്രേഡ്, അതൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാം. ഇനി ടുവേഴ്സ് ദ ഫ്രീഡം സ്ട്രഗിൾ, പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ടുവേഴ്സ് ദ ഫ്രീഡം സ്ട്രഗിൾ ഓർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ദ തിരുവിതാംകൂർ ആൻഡ് കൊച്ചി, ദ നാഷണൽ മൂവ്മെന്റ് ഇൻ ദ മലബാർ. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ കേരളത്തിലെ നാഷണൽ മൂവ്മെന്റിൽ ഒരു വളരെയധികം ക്രൂഷ്യൽ പാർട്ട് ഈസ് ദി മലബാർ നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് എപ്പോഴും തിരുവിതാംകൂറിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മലബാർ ഏരിയാസിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗം ഒത്തിരി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് നമുക്ക് മൂവ്മെന്റ്സ് ഓഫ് ദ മാർജിനലൈസ്ഡ് ഡിബേറ്റ്സ് അബൌട്ട് ഡെവലപ്മെന്റ് ആൻഡ് ദ എൻവയോൺമെന്റൽ ഇക്കോളജിക്കൽ ഇഷ്യൂസുകൾ, ഇപ്പോൾ പ്ലാച്ചിമട, സൈലന്റ് വാലി, അതുപോലെ തന്നെ വേസ്റ്റ് ജനറേഷൻസ് ആൻഡ് ഡിസ്പോസൽ ഡിബേറ്റ്സ് ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകൾ, ഇതൊക്കെ ലാസ്റ്റ് മൊഡ്യൂൾസിന്റെ അകത്ത് വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം ചോദിക്കാൻ എന്ത് ചെയ്യാം ചാൻസുകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മണിപ്രവാളം ആൻഡ് ഇത് മിക്കവാറും ആൾക്കാർ ഇത് ശ്രദ്ധിക്കാതെ കളഞ്ഞു പോകുന്നതാണ്. എങ്കിലും ഞാൻ എടുത്തു പറയാണ് നിങ്ങളുടെ അടുത്ത്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ടെക്സ്റ്റുകളും ബുക്കുകളൊക്കെ എന്താ പറയുന്നത്
ബുക്സ് ആൻഡ് ആതേഴ്സ് ഒക്കെ ചോദിക്കുന്നത് ഈ മണിപ്രവാളം ആൻഡ് ദ ഗ്രോത്ത് ഓഫ് മലയാളം ലിറ്ററേച്ചർ ആൻഡ് ദ ടെമ്പിൾ ആർട്സ്. ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസുകൾ എല്ലാ പ്രാവശ്യവും ചോദിക്കും, പക്ഷെ ആൾക്കാർ അധികം ശ്രദ്ധിക്കാതെ പോകും. മലയാള ഭാഷയുടെ ആവിർഭാവവുമായിട്ട് ബന്ധപ്പെടുത്തി മണിപ്രവാള സാഹിത്യ രൂപങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ എന്താ നാടകം, ചെറുകഥ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണിത്. ഓക്കെ ആണേ. ഇനി വരുന്നത് ഇത്രയും ഭാഗങ്ങളാണ് കേരള ഹിസ്റ്ററിയുടെ അകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ ദേവസ്വം, ബ്രഹ്മസ്വം, കാരായ്മ സിസ്റ്റം, അതിമൈ സിസ്റ്റം ആൻഡ് ട്രേഡ് റിലേഷൻസ്, ഗിൽഡ് സിസ്റ്റംസ് ചോദിക്കാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ സ്വരൂപം ആൻഡ് അതിന്റെ പൊളിറ്റിക്സ് എന്താണ്, അതിന്റെ എക്കണോമിക്കൽ ജാതി സിസ്റ്റം എന്താണ്, ജാതി സിസ്റ്റം ഒക്കെ, ചങ്ങാത്തം, ജാതി സിസ്റ്റം ഒക്കെ ഇതിന്റെ അകത്തും ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ പോളിസീസ് ആൻഡ് മിസ്റ്റേക്കൻ നോട്ടേഷൻ, പോപ്പുലർ റെസിസ്റ്റൻസ് മൂവ്മെന്റ്. പോപ്പുലർ റെസിസ്റ്റൻസ് മൂവ്മെന്റ് അറിയാലോ നിങ്ങൾക്ക്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ പാലിയത്തച്ഛന്റെയും വേലുത്തമ്പി ദളവയുടെയും പഴശ്ശിരാജയുടെ റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ തിരുവിതാംകൂർ ഭരണം അതുപോലെ തന്നെ സുചീന്ദ്രം കൈമുക്ക് അബോളിഷ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ഇപ്പൊ ചോദിച്ചായിരുന്നു. ആരാ? സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. അതിപ്പോ എടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എല്ലാ വർഷം ചോദിക്കുന്നതാണ്. അപ്പൊ തിരുവിതാംകൂർ എംപയർ നിങ്ങൾ മാർത്താണ്ഡവർമ്മ മുതൽ ഒന്ന് പഠിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. സെക്കൻഡ് ചേരയുടെ പിന്നെ എന്താ പറയുന്നത്, സെക്കൻഡ് ചേര എംപയറിന് ശേഷം പിന്നെ വേണാടിലെ ഭരണാധികാരികൾ, അവരുടെ ഇൻസ്ക്രിപ്ഷൻസുകൾ, പിന്നെ വരുന്ന തിരുവിതാംകൂർ ഭരണം, അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. കാര്യം അതിൻ്റെ അകത്തു നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി നമുക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാണ്. കാര്യം എല്ലാവരുടെ പേടി സ്വപ്നമായിട്ടിരിക്കുന്നത് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി. കാര്യം ബാക്കിയൊക്കെ നമുക്ക് അറിയാം, പക്ഷെ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ആക്ച്വലി നമ്മൾ കുറെ ഡൈനാസ്റ്റീസ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കും, പക്ഷെ ഇവർ ചോദിക്കുന്നത് ഗൂർജാര, പ്രതിഹാര, അല്ലെ, അതൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആക്ച്വലി മൗര്യനും ഗുപ്തയും അല്ലെ ചോളയും ചേര ഒക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞു പോകാറുള്ളതും എന്നാൽ കണ്ടിന്യൂലി ചോദിക്കുന്ന ഭാഗം പലരും അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബാമിനി സുൽത്താനേറ്റ്, വിജയനഗര ബാമിനി നിങ്ങൾ പഠിക്കാതെ പോകരുത്. പക്ഷെ ആരും അധികം ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, വിജയനഗര ആൻഡ് ബാമിനി സുൽത്താനേറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് പഠിച്ചെടുക്കുക. പിന്നെ മൗര്യൻ എംപയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കറിയാം അശോകന്റെ പീരീഡ് അശോക ചക്രവർത്തിയുടെ ഒരു റൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന 3rd സെഞ്ചുറിയാണ്. ഈ ഒരു 3rd സെഞ്ചുറിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഈഡിറ്റ്സുകളൊക്കെ ചോദിക്കാൻ ചാൻസുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇസ് എ ഗോൾഡൻ പീരീഡ് ഓഫ് ദി ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആൾസോ, അത് ചോദിക്കും. പിന്നെ മിഡീവൽ, ഞാൻ പറഞ്ഞില്ല ഇതിൽ ഏൻഷ്യന്റും മിഡീവലും ഒന്നിച്ചാ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകാറുള്ളത് തന്നെ എന്താ പറയുന്നത്, മഹാജനപദാസ് വളരെ പ്രാധാന്യമാണ്. മഹാജനപദാസ് 16th മഹാജനപദാസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏൻഷ്യന്റ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് സുംഗ ഡൈനാസ്റ്റീസ് ചോദിക്കാറുണ്ട്, പ്രതിഹാര ഡൈനാസ്റ്റീസ് ചോദിക്കാറുണ്ട്, കാക്കത്തിയ ഡൈനാസ്റ്റീസ് എടുത്തു പഠിക്കുക. ഗൂർജാര, പ്രതിഹാര, കാക്കത്തിയ ഡൈനാസ്റ്റീസ്, ശതവാഹന ഡൈനാസ്റ്റീസ്, ഇതൊക്കെ നിങ്ങൾ സുംഗ ഡൈനാസ്റ്റീസ്, കണ്ണോ ഡൈനാസ്റ്റീസ്, ഇതാരും പഠിച്ചു വയ്ക്കാതെ പോകുന്നതാണ്. എങ്കിൽ ഇനി അങ്ങനെ പോകരുത്. പ്രതിഹാര, ഗൂർജാര, കണ്വ ഒക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. അതെല്ലാം ഏൻഷ്യന്റിന്റെ അകത്ത് വരും. പിന്നെ വേദകാലഘട്ടത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫി അല്ല, വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ് ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് PGW കൾച്ചർ ചോദിക്കും, NPPW കൾച്ചർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹാരപ്പൻ സിവിലൈസേഷൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അങ്ങനെ എടുത്ത് ചോദിച്ചില്ല എങ്കിലും ചോദിക്കാൻ ഹാരപ്പൻ സൈറ്റുകളും ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള ആരാണ് ചോദിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ മറക്കരുത് കേട്ടോ, അതും കൂടെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക, ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അതിനുശേഷം പിന്നെ എനിക്ക് ഒരു വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് നമ്മൾക്ക് ഹിസ്റ്റോറിയോഗ്രാഫി പോലെ തന്നെ മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് കടക്കാണ്. ഡൽഹി സുൽത്താനേറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം മിഡീവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഏതാ? ഡൽഹി സുൽത്താനേറ്റും പിന്നെ വരുന്ന മുഗൾ സുൽത്താനേറ്റുമാണ്, അല്ലെങ്കിൽ മുഗൾ എംപയറുമാണ്. ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയറുമാണ്. പക്ഷേ അതിന്റെ ഇടയിൽ ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. മിഡീവൽ ഇന്ത്യയിൽ തന്നെ റൈസോ രജപുട്ട് രാജാക്കന്മാരെ കുറിച്ച് പഠിക്കണം. അവരുടെ സൊസൈറ്റിയും അവരുടെ കൾച്ചറും ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോഴൊക്കെ ചോദിക്കും, നിങ്ങൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരുടെ പറഞ്ഞു പോയിട്ടുള്ളതാണ്, ഭക്തി മൂവ്മെന്റ് മിക്കവാറും ചോദിക്കും. പക്ഷേ നിങ്ങൾ സൂഫിസം പഠിക്കാതെ ആരും പോവരുത്. സിക്കിസം, സൂഫിസം ഇത് രണ്ടും പഠിക്കാതെ പോവരുത് എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 സിഖ് ഗുരുക്കന്മാരുടെയും their contributions
സിഖ് ഗുരുക്കന്മാരുടെ. അത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുമുഖി ലിപി കൊണ്ടുവന്നത് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഇനി കൂടുതലാണ്, മേ ബി ചോദിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ മറാത്ത എംപയർ, ആരും പഠിക്കാതെ പോകുന്നതാണ്. മറാത്ത എംപയർ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ മുഗള് അറിയാലോ, എസ്റ്റാബ്ലിഷ്മെന്റ് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയറും. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഒന്നും പഠിച്ചില്ലായാലും നമ്മൾ എടുത്ത് പഠിക്കേണ്ടിയിട്ടുള്ളത് മുഗൾ എംപയർ ആണ്. കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മുഗൾ എംപയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ദെൻ അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഏൻഷ്യന്റ്. പിന്നെ എന്താ പറയുന്നത്, ഇത്രയും ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഇത്രയൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു മാർക്ക് നിങ്ങളിലേക്ക് അവിടെ തന്നെ എത്താൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബാമിനി സുൽത്താനേറ്റ് എടുത്ത് പഠിക്കുക. മുഗൾ എംപയർ പഠിക്കുന്ന സമയത്ത് ഈ മാൻസബ്ദാരി, ജാഗിർദാരി സിസ്റ്റം, ഗിൽഡ് സിസ്റ്റം, പിന്നെ ഇഗ്ദ, ജാഗീർ സിസ്റ്റം, അല്ലെ, അവരുടെ റവന്യൂ സെറ്റിൽമെന്റും ക്രാഫ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ എടുത്ത് പഠിക്കുക. സ്പെഷ്യൽ ടേംസുകൾ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കാറുണ്ട്. ഹുണ്ടി സിസ്റ്റംസ്, ട്രേഡ് എക്സ്ചേഞ്ചുകളാണ് കേട്ടോ. ഹുണ്ടി സിസ്റ്റംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ്. ഇനി വരുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കാം. ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും പലരും പറയണ ഇത് നമുക്ക് ഭയങ്കര ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏകദേശം അറിയാം. അങ്ങനെയുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇവരെ 6 മൊഡ്യൂൾസുകളാണ് ഈ യൂണിറ്റിന്റെ അകത്ത്. യൂണിറ്റ് ഏതാ? യൂണിറ്റ് 5ന്റെ അകത്ത് 6 മൊഡ്യൂളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ നിങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളാണ്. അതിന്റെ അകത്ത് 1857 അപ്രൈസിംഗ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം തന്നെ ട്രൈബൽ മൂവ്മെന്റ്സ് കൂടി നിങ്ങൾ, സാന്താൾ റിവോൾട്ട്, മുണ്ട കലാപം, ഇങ്ങനെയുള്ള കുറച്ച് ട്രൈബൽ മൂവ്മെന്റ്സ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിനേഷൻ കൃത്യമായിട്ട് ചോദിക്കും. അത് ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ അടുത്ത് ആലോചിപ്പിക്കുകയാണ്. നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ അവിടെ നിന്ന്. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് ഏറ്റവും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, അലിഗഡ് പ്രസ്ഥാനം, ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ്, സത്യശോധക് സമാജ്, ഹിതകാരിണി സമാജ് അടക്കമുള്ള സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് നിങ്ങൾ എടുത്ത് പഠിക്കണം. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഏകദേശം 3ാമത്തെ വീക്കില് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 3ാമത്തെ വീക്ക് എന്ന് പറയുമ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഞാനൊരു ചെറിയ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ നമ്മൾ കേരള ഹിസ്റ്ററിക്ക് ഏകദേശം ഒരാഴ്ച എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജൂൺ മാസം ഏകദേശം പകുതിയായി കഴിഞ്ഞു. ഇനി ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഒരു 2 വീക്സ് എടുക്കേണ്ടി വരും കേട്ടോ. 2 ആഴ്ച എടുക്കേണ്ടി വരും. അപ്പോൾ 2 ആഴ്ച എന്ന് പറയുമ്പോൾ ജൂലൈ മാസം 1 വീക്കും കൂടി ഏൻഷ്യന്റ് ഇന്ത്യക്ക് വേണ്ടി വരും. കാര്യം അത്രത്തോളം വർക്ക് ചെയ്യേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, കാര്യം ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആദ്യത്തെ പാർട്ട് ജൂൺ മാസത്തിൽ തീർത്തതിന് ശേഷം മിഡീവൽ ഇന്ത്യൻ എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം കേട്ടോ. അത് ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ മിഡീവൽ ഇന്ത്യയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ മോഡേൺ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴത്തേക്കും എവിടെ എത്തിയെന്ന് അറിയാമോ? നിങ്ങൾ ജൂലൈ മാസം ഏകദേശം ഒരു 12ാം തീയതിക്ക് ആകുമ്പോഴത്തേക്കും, ജൂലൈ മാസം ഒരു 12 ആകുമ്പോഴത്തേക്കും നിങ്ങൾ മോഡേൺ ഇന്ത്യയിലേക്ക് എത്തിച്ചേരണം. അപ്പൊ നമുക്ക് അവിടെ ഏകദേശം ഒരാഴ്ച മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കവർ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഒരു 1.5 വീക്ക് എടുത്തോട്ടെ, അതോടുകൂടി നമുക്ക് അവിടെ തീർക്കണം. പിന്നെ ഇവിടെ വരുന്നത് നാഷണൽ കോൺഷ്യസ്നെസ് ആണ്, ഏർലി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ദ ഇന്റർനാഷണൽ മൂവ്മെന്റ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 1857 മൂവ്മെന്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വരുന്ന INC, ഇന്റർനാഷണൽ കോൺഗ്രസ്, അതിന്റെ എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നിട്ടുള്ള എന്താണ്, അതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്, അതിന്റെ INCയുടെ പ്രസിഡന്റുമാരാണ്, ഇയർ എന്താണ്, ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസി എത്രത്തോളമാണ്, ഇതെല്ലാം നമ്മൾ, അതായത് ഓരോ INC കോൺഗ്രസ് സെക്ഷൻസിന്റെയും ഇമ്പോർട്ടൻസി എന്തൊക്കെയാണ്, അതൊക്കെ നമ്മളൊന്നും അതിൻ്റെ അകത്ത് പഠിച്ചെടുക്കണം. കൂടാതെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ കാര്യം അതോടെ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ചാലൂക്യ എംപയറിനെ പറയാതെ വിട്ടുപോയി. അതായത് നമ്മൾ ഈ മിഡീവൽ ഇന്ത്യ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മോഡേൺ ഇന്ത്യ അവിടെ നിൽക്കട്ടെ, മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു പോകണം. എന്താണ്? സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ്, ഞാൻ പറയാതെ വിട്ടുപോയതാണ്. സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് കേട്ടോ. മോഡേൺ ഇന്ത്യക്ക് മുമ്പ് ഈ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസും കൂടെ പഠിച്ചു പോകണം. അപ്പം നമ്മൾ നേരത്തെ പിന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ജൂലൈ മാസം ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി കവർ ചെയ്യാണ്. അപ്പൊ ഈ കവർ ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് വീക്കിലൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ കിങ്ഡം, അതിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാലൂക്യ, അതുപോലെ തന്നെ പല്ലവ, രാഷ്ട്രകൂട, ചേര, ചോള, വിജയനഗരൊക്കെ ഇതിൻ്റെ അകത്ത് വരും. വിജയനഗര, ബാമിനി സുൽത്താനേറ്റ്, ചേരചോള പാണ്ഡ്യാസ്, ചാലൂക്യാസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ സദേൺ കിങ്ഡംസിനെ കുറിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ചോള രാജാക്കന്മാരെ കുറിച്ചും രാഷ്ട്രകൂട രാജാക്കന്മാരെ കുറിച്ചും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അവരുടെ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സുകളും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ആയിരിക്കണം ജൂലൈ സെക്കൻഡ് വീക്ക്. ഇനിയിപ്പോ തേർഡ് വീക്ക് നമ്മൾ പറഞ്ഞു ഏതാ?
ജൂലൈ 3rd വീക്ക് ആകുമ്പോൾ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് ജൂലൈ 3rd വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ 3rd വീക്ക് കഴിഞ്ഞ് ഒരു 4th വീക്ക് ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇത് പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയട്ടെ. നമ്മൾ ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഇനി പഠിക്കേണ്ടിയിട്ടുള്ള മറ്റു ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ 1857 നമ്മൾ ഒരു എന്താ പറയുന്ന INC-യുടെ രൂപീകരണം, ഇന്റർനാഷണൽ കോൺഗ്രസ് മുതൽ പിന്നെ അതിന്റെ അകത്ത് ഒരുപാട് ഇപ്പൊ ഈ ഇടയ്ക്ക് വന്ന എക്സാമിനേഷന് 1905 ബംഗാൾ വിഭജനത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1990 ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട്, 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ, ജാലിയൻ വാലാബാഗ് മസാക്കർ 1919 ഏപ്രിൽ 13 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ് 1942 അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നാഷണൽ എന്താ പറയുന്നത് നമ്മുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാദാഭായ് നവറോജി, അദ്ദേഹത്തിന്റെയൊക്കെ ആരംഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എന്താ പറയുന്നത് ഓർഗനൈസേഷൻസുകളും അല്ലെ, ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ദാദാഭായ് നവറാജിയുടെയാണ്. അതുപോലെയുള്ള ചില പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ, അവരുടെ ന്യൂസ് പേപ്പേഴ്സുകൾ, അവരാരംഭിച്ച ന്യൂസ് പേപ്പേഴ്സുകളും ബുക്സുകളും ഒക്കെ ചോദിക്കാൻ ചാൻസ്. അതിൽ ഈ നാഷണൽ ലീഡേഴ്സിനെ എടുത്ത് പഠിക്കണം. അതിൽ നമ്മൾ ദാദാഭായ് നവറോജി, ബാല ഗംഗാധര തിലകൻ, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, പിന്നെ ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, സോ ഇവരൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അതൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതോടുകൂടി നമ്മൾ ജൂലൈ ലാസ്റ്റ് വീക്ക് ആവാറായി. അപ്പോഴാണ് നമുക്ക് വരുന്നത് നമ്മുടെ ലാസ്റ്റ് വീക്കിൽ വേൾഡ് ഹിസ്റ്ററി. സെലക്ട് ദ തീംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എടുത്തു പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ വന്നിട്ടുമുണ്ട്, ശ്രദ്ധിക്കുക. അതായത് അവിടെ നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലാകുമ്പോൾ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഓക്കെ. ഇതിന്റെ അകത്തുനിന്ന് എപ്പോഴും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുണ്ട്, അതാണ് ഈജിപ്ഷ്യനും മെസോപ്പൊട്ടേമിയും. എടുത്ത് ചോദിക്കും. നിങ്ങൾ അത് മറക്കാതെ പഠിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോൾ മോഡേൺ റെവല്യൂഷൻസ്. ഇപ്പൊ വെറുതെ വളരെ സിമ്പിൾ ആയിട്ട് ഈ വർഷം ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇയർ വരെ ചോദിച്ചു, 1789. എന്ത് ഈസിയാ നിങ്ങൾ നോക്കിയേ. അല്ല, ഇനിയിപ്പോ നമ്മൾ ആ ഈസി ചിലപ്പോൾ ഇനി അങ്ങോട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നന്നായിട്ട് ഈ ഒരു വേ, ഞാൻ ഈ പറഞ്ഞ വേയോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കണം. വളരെ ശ്രദ്ധിക്കണം. ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ ആൻഡ് ചൈനീസ് റെവല്യൂഷൻ. ക്ലിയർ ആണ്? അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ടിയിട്ടുള്ളത് ഇമ്പീരിയലിസം ആൻഡ് സ്ട്രഗിൾ ഫോർ കോളനീസ്, സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്കൻ കോളനിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പീരിയലിസ്റ്റ് മൂവ്മെന്റ്സുകൾ 1872 1980 വരെ നടന്നിട്ടുള്ള. അപ്പൊ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട കോളനീസുകൾ ഏതൊക്കെയാണ്, ആരുടെ കീഴിലുണ്ടായിരുന്നു ആ കോളനീസുകൾ, അതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചെടുക്കണം. കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഫസ്റ്റ് വേൾഡ് വാർ, ലീഗ് ഓഫ് നാഷൻസ്, ഡിക്റ്റേറ്റർഷിപ്സ് ഇൻ യൂറോപ്സ് ചോദിക്കും. ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ്, എവിടെയുള്ള ചൈന, വിയറ്റ്നാം, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കയിലെ ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് മൂവ്മെന്റ്സുകൾ ചോദിക്കും. ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഒരു പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, പോസ്റ്റ് വേൾഡ് വാർ പൊളിറ്റിക്സ് ആൻഡ് ക്വിസ്റ്റോ ഹേഗമണി, ഡീകൊളോണിയലൈസേഷൻ. പിന്നെ ആ ഒരു ഭാഗം കോൾഡ് വാർ, ഡിസമാമെന്റ് ആൻഡ് ഓയിൽ ആൻഡ് ജിയോ പൊളിറ്റിക്സ്, ബൈപോളാർ ആൻഡ് യൂണിപോളാർ വേൾഡ് ഡൊമിനിയൻസ്, ഫിനാൻസ് ആൻഡ് ക്യാപിറ്റൽ, വേൾഡ് ബാങ്ക് ആൻഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, എക്കണോമിക്കൽ ഇന്റഗ്രേഷൻ ഓഫ് യൂറോപ്പ്, നോർത്ത് സൗത്ത് ഡയലോഗ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ബ്രിക്സ്. അറബ് സ്പ്രിംഗ് എപ്പോഴും ചോദിക്കും, അറബ് വസന്തം, പോസ്റ്റ് കോൾഡ് വാർ, അത് ഈ പ്രാവശ്യവും ചോദിച്ചു. അപ്പൊ ഇത്രയും മേഖലയാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ അകത്ത്. നിങ്ങൾ ഇതിന്റെ ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ജയിച്ചിരിക്കും കേട്ടോ. നിങ്ങൾക്ക് സെറ്റിനെ ക്രാക്ക് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ സംശയം, ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ബാമിനി സുൽത്താനേറ്റിന്റെ അകത്താണ്. നോക്കൂ, മാച്ച് ദ ഫോളോയിങ്: ആദിൽ ഷാഹി, പിന്നെ നിസാം ഷാഹി, ഇമാദ് ഷാഹി, ബാരീദ് ഷാഹി. ഇതൊക്കെ മാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോ ആദിൽ ഷാഹി ബീഡാർ, ബെറാർ, ബീജാപൂർ, അഹമ്മദ്നഗർ. അപ്പൊ ആദിൽ ഷാഹി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇതിപ്പോ കഴിഞ്ഞു പോയ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതൊരു ബാമിനി സുൽത്താനേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞു പോകും, ബാമിനിയും വിജയനഗര എംപയറും ബാമിനിയും പഠിക്കാതെ പോകരുത്. അപ്പൊ ഇവിടെ ഉത്തരം കിട്ടി. ആദിൽ ഷാ ഏതാണ്? ബീജാപൂർ ആണ് കേട്ടെ. നിസാം ഷാഹി അഹമ്മദ് നഗർ ആണ്. ഓപ്ഷൻ എ. നമുക്ക് അത് രണ്ട് കാണുമ്പോൾ തന്നെ കിട്ടി. A3 B4 C2 ആണ്. ഇമാദ് ഷാഹി ഏതാണ്? ബെറാർ ആണ്. ഡി വന്ന് ബാരിദ് ഷാഹി ഏതാണ്? ലാസ്റ്റ് വന്നിട്ട് D4 ആണ്, അഹമ്മദ് നഗർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഖുറാസാൻ ആൻഡ് കരാച്ചിൽ എക്സ്പെഡീഷൻ വേർ റിലേറ്റഡ് വിത്ത്. ഖുറാസാനും കരാച്ചിൽ എക്സ്പെഡീഷനും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് അറിയാമോ? എവിടെ നിന്നുള്ളതായിരിക്കും? ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, എസ്പെഷ്യലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെ, ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ
ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡൽഹി സുൽത്താനേറ്റിൽ ഉത്തരം വന്നിട്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക് ആൻഡ് അലാവുദ്ദീൻ ഖിൽജി. ഏതാണ് കറക്റ്റ് ആൻസർ കുട്ടികളെ? മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പൊ ഖുറാസാൻ ആൻഡ് കറാച്ചിൽ എക്സ്പെഡീഷൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇനി ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു സൂഫിസം പഠിക്കണം. അപ്പൊ പഠിക്കാതെ പോയവർക്ക് അവിടെ പണി കിട്ടി, വേറൊന്നുമില്ല. ചിസ്തി സിൻസില അല്ലെ, സൂഫി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ചിസ്തി സിൻസില, നക്ഷബന്ദി സിൻസില ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഈ ചിസ്തി സിൻസില ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? നിസാമുദ്ദീൻ ചിസ്തി ആണോ, പിന്നെ ഹമീമുദ്ദീൻ നാഗൂരി ചിസ്തി ആണോ, ബക്തിയാർ കാക്കിയാണോ, ഖ്വാജ മൊയ്തീൻ ചിസ്തി ആണോ എന്നുള്ളതായിരുന്നു ഓപ്ഷൻസ്. സോ ദ കറക്റ്റ് ആൻസർ വേദമൊന്നുമല്ല, ഖ്വാജ മൊയ്തീൻ ചിസ്തി. ഖ്വാജ മൊയ്തീൻ ചിസ്തി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ചിസ്തി സിൻസില ഇൻട്രൊഡ്യൂസ് ഇന്ത്യയിൽ ചെയ്തത് ഖ്വാജ മൊയ്തീൻ ചിസ്തിയാണ് കേട്ടോ. ഇനി അമരനായിക സിസ്റ്റം എല്ലാവർക്കും അറിയാം. ഏത് പിന്നെ എംപയറുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്? വിജയനഗര, ഹൊയ്സില, ചോള, രാഷ്ട്രകൂട. സോ ദ കറക്റ്റ് ആൻസർ വിജയനഗര. ക്ലിയർ ആണേ? ഓക്കെ, ദെൻ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് ഹൂ സക്സസ്ഡ് ദ ഓഫീസ് ഓഫ് ദിവാൻ വെൻ സർ സി പി രാമസ്വാമി അയ്യർ റിസൈഡ് ഇൻ 1947. 1947 സർ സി പി രാമസ്വാമി അയ്യറുടെ അദ്ദേഹം റിസൈൻ ചെയ്തതിനു ശേഷം, അദ്ദേഹം ദിവാനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ദിവാൻഷിപ്പിന് ശേഷം അവസാനത്തെ ദിവാൻ എന്നല്ല, അപ്പോൾ അദ്ദേഹത്തിന് റിസൈൻ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ദിവാനായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇ ജെ ജോൺ ആണോ, മുഹമ്മദ് ഹബീബുള്ളയാണോ, ദിവാൻ നാണു പിള്ളൈ കേട്ടോ, ദിവാൻ നാണു പിള്ളയാണോ, പി ജെ എൻ ഉണ്ണിത്താനാണോ? അപ്പം ഇ ജെ ജോൺ അതൊരു ദിവാൻ ആയിരുന്നില്ല. മുഹമ്മദ് ഹബീബുള്ളയും ദിവാൻ നാണുപിള്ളയൊക്കെ വന്നിട്ട് നമ്മളെ സി പി രാമസ്വാമിക്ക് മുമ്പേ ഉള്ള ദിവാൻമാരായിരുന്നു. അപ്പൊ ഉത്തരം വന്നിട്ട് പി ജെ എൻ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. 1947 കൂടെ കിടക്കുന്നതുകൊണ്ട് പിന്നെ ആൻസർ നമുക്ക് തെറ്റത്തില്ല. ഇനി അടുത്ത വന്നിട്ട് നമ്മൾ മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുഗൾ ഹിസ്റ്റോറിയൻ ഹു ക്രിട്ടിസൈസ്ഡ് അക്ബറിന്റെ റിലീജിയസ് പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പുസ്തകം എഴുതിയ ഒരു വ്യക്തി ആരാണ്? മുഗൾ ഹിസ്റ്റോറിയൻ ഹു ക്രിട്ടിസൈസ്ഡ് അക്ബർ റിലീജിയസ് പോളിസി ആൻഡ് റോട്ട്, അദ്ദേഹം രചിച്ച മുണ്ടക്കബിൽ തവാരിക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മുണ്ടക്കബിൽ തവാരിക്. ആരാ? അബുൽ ഫസൽ, അബ്ദുൽ ഹമീദ് ലാഹോരി, നിസാമുദ്ദീൻ അഹമ്മദ്, ബദൂനി. കറക്റ്റ് ആൻസർ ബദൂനിയാണ്. ബാദ്ഷാനാമ ആരാ കുട്ടികളെ എഴുതിയത്? ബാദ്ഷാനാമ അബ്ദുൽ ഹമീദ് ലാഹോരിയുടേതാണ്. അപ്പൊ ഇവിടെ ആൻസർ ബദൂനിയാണ്, തെറ്റിപ്പോലെ. പിന്നെ അബുൽ ഫസലും നിസാമുദ്ദീൻ അഹമ്മദും ഒക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ അകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ പോളിസി ഓഫ് സ്പ്ലെൻഡഡ് ഐസൊലേഷൻ വാസ് ഫോളോഡ് ബൈ. ദ പോളിസി ഓഫ് സ്പ്ലെൻഡഡ് ഐസൊലേഷൻ ഫോളോഡ് ചെയ്തത് ആരാ? ബ്രിട്ടൻ, USA, ഫ്രാൻസ്, റഷ്യ. കറക്റ്റ് ആൻസർ ബ്രിട്ടൻ. ഇൻ 1905 ദ സ്റ്റുഡൻസ് ഓഫ് ചൈന ഓർഗനൈസ്ഡ് ദ പാർട്ടി നാമിഡ്. ശ്രദ്ധിക്കണം, സ്റ്റുഡൻസ് ഓഫ് ചൈനയാണ് ഓർഗനൈസ് ചെയ്തത് കേട്ടോ. സ്റ്റുഡൻസ് ഓഫ് ചൈന 1945. അപ്പൊ നമുക്ക് കൊമിന്താങ് ആണോ എന്ന് ഡൗട്ട് അടിക്കുക. അല്ല, കൊമിന്താങ് അല്ല, CPWDP അല്ല, സീഗോങ് അല്ല, തോങ് മെൻഗുയി ആണ്. തോങ് മെൻഗുയി ഈസ് ദ കറക്റ്റ് ആൻസർ. തെറ്റിപ്പോവാതെ പഠിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എപ്പോഴും പറഞ്ഞ് ലാസ്റ്റ് പഠിപ്പിച്ച് പോയിട്ടുള്ളതാണ്. നമ്മുടെ വേദകാലമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വന്നത്. വിപാസ, പുരുഷിണി, അസ്കിനി, വിതസ്ത. അപ്പൊ ഇതിന്റെയൊക്കെ പേരുകളാണ്, ആദ്യകാലഘട്ടത്തിലെ പേരുകളാണ്. അതായത് ചലം, ചിനാബ്, രവി, വിയസ് എന്നൊക്കെ പറയുമ്പോൾ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഈ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് നദികളുടെ ആദ്യകാലഘട്ടത്തിലെ ഏൻഷ്യന്റ് നൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പത്തിന് നമുക്കൊരു കോഡിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. വിപാസ, സാ കാണുമ്പോ ബിയാസ്. കണ്ട കുട്ടികളെ? അപ്പൊ നമുക്ക് അവിടെ ഉത്തരം പുരുഷിണി ഏതാ? രവി. ഇത് രണ്ടും വെച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതായിരിക്കും? ഓപ്ഷൻ A 4 B 2 ആണ് അല്ലെ. ബി വന്നിട്ട് B3 ആണ്. B3 A വന്നിട്ട് 4 ആണ്. അപ്പൊ നമുക്ക് A 4 B3. അപ്പൊ ഓപ്ഷൻ D ഇസ് ദ കറക്റ്റ് ആൻസർ. B3 അല്ലേ? B3. പിന്നെ വന്നിട്ട് ഏതാണ്? അസ്കിനി ഏതാണ്? അസ്കിനി C2 ആണ്, ചിനാബാണ്. വിതസ്ത വന്നിട്ട് 1 ആണ്, ജലമാണ്. ക്ലിയർ ആണ് ആൻസർ. ഇനി ആർക്കിയോളജിക്കൽ ഹൂ ഡിസ്കവേർഡ്, ഒരു ആർക്കിയോളജിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് ഭീംബട്ക കേവ്. മെസോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭീംബട്ക കേവ്. ഈ ഭീംബട്ക കേവിനെ ഡിസ്കവേർഡ് ചെയ്ത് എടുത്തത് ആരാണ്? പിന്നെ കാർലെ ആണോ, VS വാസനങ്കർ ആണോ, കണ്ണിങ്ഹാം ആണോ, GP റൈസിനി ആണോ? സോ ദ കറക്റ്റ് ആൻസർ
V.S. Vasananga is the correct answer. According to Kashmiri tradition, the city of Srinagar was, അതായത് കാശ്മീരി ട്രഡീഷൻ പ്രകാരം സിറ്റി ഓഫ് ശ്രീനഗർ ബിൽഡ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അലക്സാണ്ടർ, ഓപ്ഷൻ ബി അശോക, ഓപ്ഷൻ സി കനിഷ്ക, ഓപ്ഷൻ ഡി ചന്ദ്രഗുപ്ത. കറക്റ്റ് ആൻസർ അശോക. ക്ലിയർ ആണോ? ഇനി വന്നിട്ട് ക്യാപിറ്റൽ, അതായത് ഏൻഷ്യന്റ് ഈജിപ്തിന്റെ ക്യാപിറ്റൽ ഏതാണ്? അതായത് ഏൻഷ്യന്റ് ഈജിപ്തിന് നമ്മൾ ഏൻഷ്യന്റ് കിങ്ഡം, മിഡിൽ കിങ്ഡം എന്നിങ്ങനെ, ഇല്ലെങ്കിൽ ഇയർലി നമ്മുടെ 3 തരത്തിലുള്ള ന്യൂ കിങ്ഡം, ഏൻഷ്യന്റ് കിങ്ഡം, മിഡിൽ കിങ്ഡം, ന്യൂ കിങ്ഡം എന്നിങ്ങനെ തരംതിരിച്ചു. ഇതിൽ ഏൻഷ്യന്റ് ഈജിപ്തിന്റെ ക്യാപിറ്റൽ, ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ മെംഫിസ് ആണ്. ഇനി ആദർ ഓഫ് ദ ഫിലോസഫി ഓഫ് ബോംബ് എഴുതിയത് ആരാ? സൂര്യസെൻ ആണോ, ദിനേശ് വാച്ചയാണോ, ലാലാ ഹർദയാൽ ആണോ, ബി.സി. വോഹ്റയാണോ? കറക്റ്റ് ആൻസർ ബി.സി. വോഹ്റ. The king Hala who composed the Gada Saptasati. Gada Saptasati belonged to, അതായത് ഒരു റൂളർ ആരാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹാലോ ബിലോങ്ഡ് ടു. ഹാല ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബിക്കോസ് ദ കറക്റ്റ് ആൻസർ ശതവാഹനയാണ് കേട്ടോ. ശതവാഹന റൂളറാണ് ഹാല. അദ്ദേഹമാണ് ഗാഥ സപ്തസതി എന്നറിയപ്പെടുന്ന ബുക്ക് കമ്പോസ് ചെയ്തത്. ഇനി തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ആരാണെന്നാ ചോദിച്ചിരിക്കുന്നത്. മെഗാലിപുട്ടത്തിസ, മഹാകശ്യപ, സഭാകാമി, വസുമിത്ര. സോ ദ കറക്റ്റ് ആൻസർ മഹാലിപുട്ടത്തിസ. ഇവിടെ നിങ്ങൾ നോക്കിയേ, അതിന്റെ ഇയർ ഫസ്റ്റ് ആണ് മഹാകശ്യപന്റെ നേതൃത്വത്തിൽ രാജഗൃഹത്തിൽ BC 483. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് തേർഡ് കൗൺസിലാണ് നടന്നിട്ടുള്ളത്. അശോകയുടെ കാലഘട്ടത്തിലായിരുന്നു. പാടലിപുത്രത്തിൽ മകാലി പുട്ടത്തിസയായിരുന്നു. 250 BC-യിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബുദ്ധിസ്റ്റ് കൗൺസിൽസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചോദിക്കും, അതേപടി ചോദിച്ചു. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ഹു വാസ് നോൺ ആസ്, ഇനിയിപ്പം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ വന്നില്ല എന്ന് വേണ്ട, ദാ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഫൗണ്ടിങ് മെമ്പറോ? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടിങ് മെമ്പർ അല്ലാത്തത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആചാര്യ നരേന്ദ്രദേവ്, ജയപ്രകാശ് നാരായണൻ, മീനു മസാനി ആണോ, എമൻ റോയി ആണോ? അപ്പൊ ഇതില് മീനു മസാനിയും ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും ഒക്കെ തന്നെ ഇതിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ. പക്ഷെ എം.എൻ. റോയി ആണെങ്കിലോ അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് വ്യക്തിയാണ് അല്ലെ, മാർക്സിസ്റ്റ് അഭികാമിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഐഡിയോളജിസ്റ്റിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എം.എൻ. റോയി. അത് കാണുമ്പോൾ തന്നെ എം.എൻ. റോയി നിങ്ങൾക്ക് അറിയാം, മാർക്സിസത്തിലെ വിശ്വാസം വെച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എം.എൻ. റോയി. അപ്പൊ അദ്ദേഹം എന്തായാലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ആവാൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഈസ് നോട്ട് എ മെമ്പർ ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ദാറ്റ് ഈസ് എം.എൻ. റോയി. He became a Marxist. Okay. Who was called the ദീനബന്ധു കേട്ടോ. ദീനബന്ധു ആണ്. ദേശബന്ധു ഉണ്ട്, ദീനബന്ധു ഉണ്ട്. ദീനബന്ധു ആരാ? നമുക്കുള്ള ഡൗട്ട് ഒന്നേ ഉള്ളൂ, CF ആൻഡ്രൂസ് ആണോ CR ദാസ് ആണോ? CR ദാസ് ദേശബന്ധു ആണ് കേട്ടോ. ഏതാണ്? ദേശബന്ധു. അപ്പോൾ CF ആൻഡ്രൂസ് ആണ് കറക്റ്റ് ആൻസർ. ദ വോയിസ് ഓഫ് ഇന്ത്യ, ദ ജേണൽ, ഈ വോയിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജേണൽ പബ്ലിഷ് ചെയ്തത് ആരാണ് കുട്ടികളെ? പിന്നെ ഒന്നും നോക്കാനില്ല, ദാദാഭായ് നവറോജി ആണ് നമ്മുടെ വോയിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജേണൽ പബ്ലിഷ് ചെയ്തത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് സിസ്റ്റമാറ്റിക്കലി പഠിക്കേണ്ടിയിട്ടുള്ളത് എന്നുള്ളത്, ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞു പോയ സെറ്റ് എക്സാമിനേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നമ്മുടെ ഗുർജാര, പ്രതികാര, ഹാല ശതവാഹന ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഒന്ന് വളരെ സിസ്റ്റമാറ്റിക്കലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം വരുന്ന സെറ്റ് എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ട്. ഹൗ ക്യാൻ നമ്മൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് വേയോട് കൂടി നമ്മുടെ ടൈം ടേബിൾ 2 മന്തിന് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ 2 മാസത്തോടു കൂടി നമ്മുടെ ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യുകയും ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ സെറ്റ് എക്സാമിനേഷൻ, ഹിസ്റ്ററി സെറ്റ് എക്സാമിനേഷൻ എഴുതുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഈ ഒരു മോഡലോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ? Okay, thank you.